ഹായ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം CBSE കുട്ടികളുടെ ബോർഡ് എക്സാമിനേഷൻ സംബന്ധിച്ചാണ്. ഈ വർഷം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാറ്റങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ടും ഉണ്ട്. അതായത് ഫേസ് 1, ഫേസ് 2 എന്ന് പറഞ്ഞ് 2 എക്സാം ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് ഫെബ്രുവരി മുതൽ മാർച്ച് വരെ, അതായത് ഫെബ്രുവരി 17 മുതൽ മാർച്ച് 6 വരെയാണ് നടക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ നടക്കുന്നത് മെയ് 5 മുതലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് എക്സാം എഴുതണം? രണ്ടിലും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുമോ? അതോ ഈ രണ്ടാമത്തെ എക്സാമിൻ്റെ ഉദ്ദേശം എന്താണ്? ദാറ്റ് മീൻസ് CBSEയുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, എങ്കിൽ പോലും പാരൻസിനൊന്നും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ആ ക്ലാരിറ്റി ഒന്ന് ലഭ്യമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, ദ ഫേസ് 1 അല്ലെങ്കിൽ എക്സാമിനേഷൻ 1 എന്ന് പറയുന്നത് കുട്ടികൾ എല്ലാ സബ്ജക്റ്റും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഓക്കെ, ഫേസ് 1-ലെ 3 സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സബ്ജക്റ്റ് എഴുതാതിരുന്നാൽ, പരീക്ഷ മിസ് ചെയ്താൽ, പിന്നെ ആ വർഷം എക്സാമിനേഷൻ സെക്കൻഡ് ചാൻസിലേക്ക് എഴുതാനുള്ള സാധ്യതയില്ല. അതായത് അവർക്ക് അതിനുള്ള യോഗ്യത ഇല്ലാതെയായി പോകും, എലിജിബിലിറ്റി ഇല്ലാതെയായി പോകും. അതുകൊണ്ട് അവരെ എസെൻഷ്യൽ റിപ്പീറ്റേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പിന്നത്തെ വർഷം, അതായത് 2027 മാത്രമേ പിന്നീട് അവർക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ 6 സബ്ജക്റ്റും കൃത്യമായിട്ട് പരീക്ഷ എഴുതിയേ തന്നെ പറ്റുള്ളൂ ഈ വർഷം. ഓക്കെ, നമ്മളുടെ അടക്കം 6 സബ്ജക്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ 6 അല്ലെങ്കിൽ 5 സബ്ജക്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ആ 5ഓ 6ഓ സബ്ജക്റ്റ് കൃത്യമായിട്ടും നമ്മൾ ഈ വർഷം എക്സാമിനേഷൻ എഴുതിയിരിക്കണം. ഓക്കെ, അതായത് ഫെബ്രുവരിയിൽ എക്സാമിനേഷൻ എഴുതിയിരിക്കണം. അതിൽ 1ഓ 2ഓ സബ്ജക്റ്റ് തോറ്റാൽ ആ കുട്ടികളെ കമ്പാർട്ട്മെൻറ്റ് ഫെയിലിയേഴ്സ് ആയിട്ടാണ് കണക്കാക്കുക. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? മെയ് 5-ലെ എക്സാം രണ്ടാമത് എഴുതിയിട്ട് പാസ്സാവാനുള്ള അവസരമുണ്ട്. ഇനി അടുത്ത ഒരു കാറ്റഗറി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ചാൻസിലേക്ക്, അതായത് ഫസ്റ്റ് ചാൻസിൽ എക്സാം എഴുതി എല്ലാത്തിലും ജയിച്ചു, പക്ഷേ കുറച്ച് സബ്ജക്ട്സിൽ മാർക്ക് കുറവാണ്. അപ്പോൾ മാർക്ക് കുറഞ്ഞ സബ്ജക്ട്സിൽ സയൻസ്, മാത്സ്, സോഷ്യൽ, ലാംഗ്വേജസ്, ഓക്കെ, ഈ 4 എണ്ണത്തിൽ നിന്നും ഏതെങ്കിലും 3 എണ്ണം അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ സെക്കൻഡ് ചാൻസിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് മെയ് 5-ൽ എഴുതുന്ന എക്സാമിൽ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നാൽ 3 സബ്ജക്റ്റിൽ കൂടുതൽ തോറ്റു എന്ന് വിചാരിക്കും. ഓക്കെ, അതായത് 3 സബ്ജക്റ്റിൽ കൂടുതൽ തോറ്റു, 3 സബ്ജക്റ്റിലോ അതിൽ കൂടുതലോ തോറ്റു. നമുക്ക് ആകെ ഒരു 6 സബ്ജക്റ്റൊക്കെയാണ് പരീക്ഷയ്ക്കുള്ളത്. അതിൽ 3 സബ്ജക്റ്റിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ തോറ്റ കുട്ടിക്ക് ഈ വർഷം പിന്നെ സെക്കൻഡ് ചാൻസിലോ ഒന്നും എഴുതാനായിട്ട് സാധിക്കില്ല. അവരും എസെൻഷ്യൽ റിപ്പീറ്റേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടും. അവർക്ക് പിന്നെ പ്രൈവറ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് പിന്നീട് 2027 എക്സാമിനേഷനെ എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ വർഷത്തെ എക്സാമിനേഷനിൽ ഫസ്റ്റ് എക്സാമിനേഷൻ നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. പാസ്സായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് മെയ് 5-ൽ സാധിക്കും. ഓക്കെ, പക്ഷേ അതിൻ്റെ റിപ്പീറ്റ്, അതായത് 3ഓ അതിൽ കൂടുതൽ വിഷയങ്ങൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് എഴുതണമെങ്കിൽ പിന്നത്തെ വർഷം എഴുതണം. ഓക്കെ, അതേ സമയത്ത് 1ഓ 2ഓ സബ്ജക്റ്റ് മാത്രമാണ് തോറ്റിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് മെയ്യിൽ എഴുതിയെടുക്കാനും സാധിക്കും. ഇതാണ് ഈ വർഷത്തെ മാറ്റം. ഫേസ് 1-ൻ്റെ കണ്ടിന്യൂവേഷൻ പ്രോസസ് ആയിട്ടാണ് ഫേസ് 2 കടന്നു വരുന്നത്. അതല്ലാതെ 2ആയി മുറിച്ചേക്കല്ല എക്സാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ക്ലാരിറ്റി പാരൻസ് മനസ്സിലാക്കണം. ഇനി ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.